ഞങ്ങൾക്കൊരു അവസരം തന്നാൽ 45 കൊല്ലം LDF ഭരിച്ച് നശിപ്പിച്ച തിരുവനന്തപുരത്തിന് ഞങ്ങൾ മാറ്റും എന്നാണ് ഞങ്ങൾ ഉറപ്പു തരുന്നത്. ഒരു അവസരം തരൂ. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ ഈ അവസരം BJPക്ക് കൊടുക്കും മുമ്പ് മലയാളികൾ നിർബന്ധമായും BJP 15 വർഷത്തിലേറെയായി ഭരിക്കുന്ന ഡൽഹിയുടെ ശരിക്കുള്ള അവസ്ഥ ഒന്ന് അറിഞ്ഞിരിക്കണം. ഡൽഹിയിൽ നിലവിൽ BJPയുടെ ട്രിപ്പിൾ എഞ്ചിൻ സർക്കാരാണ് ഉള്ളതെന്നാണ് അവർ തന്നെ പറയുന്നത്. ആ ട്രിപ്പിൾ എഞ്ചിൻ ഇപ്പോൾ രാജ്യതലസ്ഥാനമായ ഡൽഹിയിലെ വായുവിനെയും ജലത്തെയും പോലും കൊടും വിഷമാക്കി മാറ്റിയിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് ഡൽഹിയിലെ അടക്കം വായുവിലെ മലിനീകരണം അളക്കുന്ന AQI വെബ്സൈറ്റാണ്. ഈ നിമിഷം പോലും ഡൽഹിയിലെ മലിനീകരണം അതീവ അപകടകരമായ 200-ന് മുകളിലാണ്. അതായത് പുകവലിയേക്കാൾ അപകടമാണ് ഡൽഹിയിലെ വായു ശ്വസിക്കുന്നത്. പലപ്പോഴും ഡൽഹിയിലെ മലിനീകരണം ഈ മീറ്ററിൽ 300 എന്ന അപകടകരമായ നിരക്കിനും മുകളിലാണ്. 15 വർഷമായി ഡൽഹി കോർപ്പറേഷനും 11 വർഷത്തിലേറെയായി രാജ്യവും ഭരിച്ചിട്ട് രാജ്യ തലസ്ഥാനമായ ഡൽഹിയെ ലോകത്തെ തന്നെ ഏറ്റവും അന്തരീക്ഷ മലിനീകരണമുള്ള നഗരമാക്കിയ ഈ BJPക്ക് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണം നൽകിയാലുള്ള അവസ്ഥ പറയണ്ടല്ലോ. ഇതിലും ഭീകരമാണ് ഡൽഹിയിലെ ഭൂഗർഭജലത്തിന്റെ അവസ്ഥ. ഏറ്റവും പുതിയ സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരം ഡൽഹിയിലെ ഭൂഗർഭജലത്തിലെ യുറേനിയം, ലെഡ്, ഫ്ലൂറോയിഡ് പോലെയുള്ള അപകടകരമായ രാസവസ്തുക്കളുടെ അളവ് വളരെ കൂടുതലാണ്. അതായത് ഡൽഹിയിൽ സ്വന്തം കിണറിൽ നിന്നുൾപ്പെടെ വെള്ളം ഉപയോഗിക്കുന്ന മനുഷ്യർ ക്യാൻസറും കിഡ്നി തകരാറും അടക്കമുള്ള രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തുകയാണെന്നർത്ഥം. എടുത്തു പറയേണ്ട കാര്യം, ഈ റിപ്പോർട്ടിൽ കേരളത്തിലെ ഭൂഗർഭജലം സുരക്ഷിതമാണെന്ന് രേഖപ്പെടുത്തുന്നുമുണ്ട്. 15 വർഷം ഭരിച്ച ഡൽഹിയിലെ വായുവും ജലവും പോലും വിഷമാക്കി മാറ്റിയ ഈ BJPക്ക് എന്ത് വിശ്വസിച്ചാണ് മലയാളികൾ വോട്ട് ചെയ്യേണ്ടത്?